Hello, dear friends. Welcome to Physics by Grace YouTube channel. This is Dr. Saju K. John from Grace Institute of Advanced Physics. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സയൻറ്റിഫിക് കോഴ്സ് ഫിസിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ ക്ലാസിക്കൽ മെക്കാനിക്സ് ഉള്ള മൊഡ്യൂളിലെ കുറച്ച് MCQs 10 MCQs ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് ടോപ്പിക്സ് ആണ് കൺസ്ട്രെയിൻറ്റ്സ് ആൻഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ്. ഈ ടോപ്പിക്സിൽ ഒക്കെയുള്ള ഒരു 10 MCQs മുമ്പ് പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള 10 MCQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഡിഎലംബർട്ട്സ് പ്രിൻസിപ്പിളും ലഗ്രാഞ്ചസ് ഇക്വേഷൻ ആ ഭാഗത്തു നിന്നുള്ള 10 MCQs അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമുക്കറിയാം സയൻറ്റിഫിക് കോഴ്സ് എക്സാമിൻ്റെ ഡേറ്റ് വന്നു 29/11/2024. ഓക്കെ, നവംബർ 29-നാണ് എക്സാം. ഇനി 90 ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 90 ദിവസമാണ് എക്സാമിനുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ ഇൻറ്റൻസീവായിട്ട് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല രീതിയിൽ തുടങ്ങാത്തവർക്ക് ഒരു റിവിഷൻ പ്രോസസ്സൊക്കെ ആയിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്രാഷ് കോഴ്സിൽ നമ്മൾ 10 മൊഡ്യൂളിലായിട്ട് 1000 MCQs ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ മൊഡ്യൂളും കവർ ചെയ്യുന്ന രീതിയിലാണ്. MCQs ഡിസ്കഷൻ മാത്രമല്ല, ഓൾറെഡി നമ്മൾ എടുത്തിട്ടുള്ള 10 മൊഡ്യൂളിലുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ ആപ്പിൽ ആ കോഴ്സിന് അവൈലബിൾ ആണ്. അതുകൂടാതെയാണ് നമ്മൾ 1000 MCQs ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോപ്പറായിട്ട് റിവിഷൻ നടത്തുന്നുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാം. നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാണ്. ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻറ്റ്സ് ഉള്ളതാണ് ഫസ്റ്റ് ടോപ്പിക്ക്. കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിന് വരുന്ന ലിമിറ്റേഷൻസ് ആണ് കൺസ്ട്രെയിൻറ്റ്സ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പാർട്ടിക്കിൾ ഒരു നൂലിൽ കൂടെ ഒരു ഉറുമ്പെഴഞ്ഞു പോവാണ്. അപ്പോൾ അതിന് ആ നൂലിൽ മാത്രം മൂവ് ചെയ്യാൻ പറ്റില്ല, അതിന് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. ആ നൂലിൽ കൂടെ മാത്രം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വൺ ഡൈമെൻഷണൽ മോഷനായിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ഒരു ലൈനിൽ മൂവ് ചെയ്യുമ്പോൾ അതൊരു വൺ ഡൈമെൻഷണൽ മോഷനാണ്. അല്ലെങ്കിൽ ഒരു സർഫസിലൊരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, എന്തെങ്കിലും ഒബ്ജക്റ്റ് മൂവ് ചെയ്യാണ്, അതൊരു 2 ഡൈമെൻഷനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺസ്ട്രെയിൻറ്റ്സ്, ഒരു പാളത്തിൽ കൂടെ കടന്നു പോകുന്ന ട്രെയിൻ, അത് ആ പാളത്തിൽ മാത്രം മൂവ് ചെയ്യാൻ പറ്റില്ല, അതൊരു കൺസ്ട്രെയിൻ്റ് ആണ് ട്രെയിനിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇവിടെ കൺസ്ട്രെയിൻറ്റ്സ് നമ്മൾ 4ആയിട്ട് തിരിക്കുകയാണ്. കൺസ്ട്രെയിൻറ്റ്സിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ പറയും. ഹോളോനോമിക് ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റ്സ് ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റ്സ് ആണ്. എന്താ ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ആ കൺസ്ട്രെയിനെ നമ്മളൊരു ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റും. നോക്കൂ, ഒരു സ്ഫിയറിൻ്റെ സർഫസിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, അതിനെപ്പോഴും സിൻസ് ഇറ്റ് ഈസ് മൂവിങ് ഓൺ ദ സർഫസ് ഓഫ് ദ സ്ഫിയർ, അതിൻ്റെ ഓരോ പോയിന്റിലും നമുക്കറിയാം സ്ഫിയറിൻ്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സ്ഫിയറിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് x² + y² + z² എന്നുള്ളത് ആ സ്ഫിയറിൻ്റെ റേഡിയസിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. അങ്ങനെ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് അതിന് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കൺസ്ട്രെയിൻ്റ് ആണ് അവിടെ, മനസ്സിലായോ? കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ആ കൺസ്ട്രെയിൻ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റ്സ് ആണ് വിളിക്കുക. വേറൊരു എക്സാമ്പിൾ പറയാൻ, റിജിഡ് ബോഡിയുടെ കൺസ്ട്രെയിൻറ്റ് ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഏത് രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. Ri - Rj ² = Cij², അല്ലെങ്കിൽ ചുരുക്കി നമുക്ക് Rij² = Cij² എന്ന് എഴുതാം. Cij എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. റിജിഡ് ബോഡിയിൽ ഏത് രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഐയും ചെയ്യും. യെസ്, രണ്ട് പാർട്ടിക്കിൾസ് ആണ് ഐയും ചെയ്യും, അവർ തമ്മിൽ ഡിസ്റ്റൻസ് ആണ് Cij എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് ഫിക്സ്ഡ് ആയിരിക്കും. റിജിഡ് ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിലെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറാൻ പാടില്ല, അതാണ് അതിൽ കൺസ്ട്രെയിൻസ്. അപ്പോൾ ഇതൊക്കെ ഇക്വേഷൻസ് ആയതുകൊണ്ട്, ഈക്വൽ ടു സൈൻ ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് ഹോളോനോമിക് കൺസ്ട്രെയിൻസ് വിളിക്കാൻ പറ്റും. പക്ഷേ ഒരു പാർട്ടിക്കിൾ സ്ഫിയറിൻ്റെ ഉള്ളിലാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നിരിക്കും, ഇതിൻ്റെ പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. ഒരു പാർട്ടിക്കിൾ ഇതിൻ്റെ ഉള്ളിൽ ബൗൺസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ മൂവ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു പാർട്ടിക്കിളിൻ്റെ കേസിൽ നമ്മൾ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ x² + y² + z² കൺസ്ട്രെയിൻറ്റ് എഴുതുമ്പോൾ, കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ലെസ് ദാൻ r² ആണ് വരിക, ലെസ് ദാൻ റേഡിയസിൻ്റെ സ്ക്വയർ വരിക. ഇതിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളുടെ കേസിൽ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ x² + y² + z² ലെസ് ദാൻ r² ആണ്. അപ്പോൾ ഇതൊരു ഈക്വൽ ടു സൈൻ അല്ല, ഇനീക്വാളിറ്റിയാണത്. ഇക്വേഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല, പകരം ഒരു ഇനീക്വാളിറ്റി ആയിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻ എന്ന് പറയാം. അപ്പോൾ ഇക്വേഷനായിട്ട് കൺസ്ട്രെയിൻ എഴുതാൻ പറ്റുമെങ്കിൽ ഹോളോനോമിക്കും, ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റില്ല, ഒരു ഇനീക്വേഷനായിട്ട് എഴുതാൻ പറ്റുള്ളെങ്കിൽ, ഇനി ഇത് ലെസ് ദാൻ മാത്രം അല്ല, ഗ്രേറ്റർ ദാൻ വന്നാലും ഇനീക്വാളിറ്റിയാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നാലും, ഇതിനെയൊക്കെ നമ്മൾ ഇനീക്വാളിറ്റീസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇനീക്വേഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇനീക്വാളിറ്റീസ് വരുമ്പോൾ നമ്മളതിനെ നോൺ ഹോളോനോമിക് കൺസ്ട്രെയിൻസ് ആണ് വിളിക്കുക. അപ്പോൾ ഹോളോനോമിക്കും നോൺ ഹോളോനോമിക്കും. പിന്നെ വരുന്ന രണ്ട് കൺസ്ട്രെയിൻസ് സ്ക്ലീറോനോമിക്കും അതേപോലെ റിയോനോമിക്കുമാണ്.
ഇത് ഇത്രയേ ഉള്ളൂ. ഈ കൺസ്ട്രെയിൻറ്റ് ഇപ്പോൾ നമ്മൾ സിമ്പിൾ പെൻഡലത്തിൻ്റെ കൺസ്ട്രെയിൻറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് എക്സ് ആണ്, സിമ്പിൾ പെൻഡലത്തിന് വൈ ആണ്, ഈ ഡിസ്റ്റൻസ് വൈ ആണ്. അപ്പോൾ ഈ പൈതഗോറസ് തിയറം അനുസരിച്ച് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എപ്പോഴും അതിൻ്റെ ലെങ്ത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇതാണ് സിമ്പിൾ പെൻഡലത്തിൻ്റെ കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, എൽ സ്ക്വയർ എന്നുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ ഇതൊരു ഇക്വേഷൻ ആണ്. സോ ഇറ്റ് ഈസ് ഹോളോനോമിക് ആണ്. അതേസമയം തന്നെ ഇത് ടൈം ഇല്ലാത്ത ഇക്വേഷൻ ആണ്. ഇതിൽ ടൈം ഇത് ഇക്വേഷനിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയും ഇത് സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനിൽ അല്ലെങ്കിൽ കൺസ്ട്രെയിൻറ്റിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ടൈം ഇല്ലെങ്കിൽ നമ്മൾ സ്ക്ലീറോനോമിക് എന്ന് വിളിക്കും. ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ റിയോനോമിക് എന്ന് വിളിക്കും. റിയോനോമിക് എന്നും പറയും, റിയോനോമസ് എന്നും പറയാറുണ്ട്. റിയോനോമിക് കൺസ്ട്രെയിൻസ് വിളിക്കും. അപ്പോൾ നോക്കൂ, ടൈം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ, ഈ പെൻഡുലം തന്നെ പെൻഡുലത്തിൻ്റെ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു കേസാന്നിരിക്കും. പോയിന്റ് ഓഫ് സസ്പെൻഷൻ ഓസിലേറ്റ് ചെയ്യണം. അപ്പോൾ ഓസിലേഷൻ്റെ ഇക്വേഷൻ എക്സ് 0 കോസ് ഒമേഗ ടി. അപ്പോൾ ഇതിൻ്റെ എക്സ് ഇത് ഇങ്ങനെ എക്സ് ഡയറക്ഷനിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സ് നമ്മൾ നേരത്തെ എഴുതിയ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ ഉണ്ടല്ലോ, ആ ഇക്വേഷനിൽ മാറ്റം വരും. ഈ എക്സിന് പകരം നമുക്കവിടെ എക്സ് മൈനസ് എക്സ് 0 കോസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ. ഓക്കെ, ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇത് അവിടെ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുന്നു, സ്ക്വയർ റൂട്ട് എടുത്തിട്ട് എൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ടൈം ഉണ്ട്. ടൈം ഉള്ളത് കൊണ്ട് നമ്മളിതിനെ റിയോനോമിക് കൺസ്ട്രെയിൻസ് വിളിക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇത് ഹോളോനോമിക്കുമാണ് റിയോനോമിക്കുമാണ്, അത് മനസ്സിലാക്കണം. ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഹോളോനോമിക്കാണ്, ടൈം ഉണ്ടെങ്കിൽ റിയോനോമിക്കാണ്. ടൈം ഇല്ലെങ്കിൽ എന്താണത്? സ്ക്ലീറോനോമിക് ആയിട്ടുള്ള കൺസ്ട്രെയിൻ്റ് ആണ്. ഇത്രയാണ് നമ്മളിപ്പോൾ ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ ഹോളോനോമിക്കും, ഇക്വേഷനായിട്ട് എഴുതാൻ പറ്റില്ലെങ്കിൽ ഇനിക്വേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ നോൺ ഹോളോനോമിക് എന്ന് വിളിക്കും. ടൈമുള്ള കൺസ്ട്രെയിൻ്റ് ആണെങ്കിൽ അത് റിയോനോമിക്കും, ടൈം ഇല്ലാത്തതിന് സ്ക്ലീറോനോമിക് കൺസ്ട്രെയിൻസും പറയാൻ പറ്റും. നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ 1, എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് ദ റിം ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ, നെയിം ദ കൺസ്ട്രെയിൻറ്റ്. ഒരു പാർട്ടിക്കിൾ ഒരു സർക്കിളിൻ്റെ അല്ലേ റിമ്മിൽ മൂവ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിൽ കൂടെ മൂവ് ചെയ്യാണ് ഒരു പാർട്ടിക്കിൾ. ഇറ്റ് ഈസ് മൂവിങ് ത്രൂ ദി സർക്കിൾ. അപ്പോൾ സർക്കിളിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ് സർക്കിളിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഏത് കൺസ്ട്രെയിൻ്റ് ആണ്? ഇറ്റ്സ് എൻ ഇക്വേഷൻ. അപ്പോൾ ഇത് ഹോളോനോമിക് ആണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കൺസ്ട്രെയിൻറ്റ് ഇൻ എ റിജിഡ് ബോഡീസ്. റിജിഡ് ബോഡിയുടെ കൺസ്ട്രെയിൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആർ ഐ ജി സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ഐ ജി സ്ക്വയർ. ഇത് ഇക്വേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇക്വേഷൻ ആണ്. അപ്പോൾ അത് ഹോളോനോമിക് ആണ്. ഹോളോനോമിക് ആണ്. ടൈം ഇല്ലാത്ത ഇക്വേഷൻ ആണ്. ടൈം ഇല്ലല്ലോ ഇക്വേഷൻ? ഇല്ല, ടൈം ഡിപ്പെൻഡ് ആയിട്ടുള്ള ഇക്വേഷൻ അല്ല. അപ്പോൾ അത് സ്ക്ലീറോനോമിക് കൂടിയാണ്. മനസ്സിലായോ? അപ്പോൾ ഹോളോനോമിക്കും സ്ക്ലീറോനോമിക്കും ആണ്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. A particle moves subject to the constraint expressed via the equation x square plus y square equal to 5t. The particle is said to move under which of the following constraints? നോക്കൂ, ഇത് ഇക്വേഷൻ ആണ്, ടൈം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ആയതുകൊണ്ട് ഹോളോനോമിക് ആണ്. ടൈം ഉള്ളതുകൊണ്ട് റിയോനോമിക് കൂടിയാണ്. റിയോനോമിക് കൂടിയാണ് ടൈം ഉള്ളതുകൊണ്ട്. പക്ഷെ ഇവിടെ റിയോനോമിക് ഒരു കേസ് വന്നിട്ടില്ല, ഹോളോനോമിക് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റാണ്, ഹോളോനോമിക് ആണ്. ആക്ച്വലി ഇറ്റ് ഈസ് ഹോളോനോമിക് ആൻഡ് റിയോനോമിക്. ദ കൺസ്ട്രെയിൻറ്റ് ഓൺ എ പാർട്ടിക്കിൾ ഫ്രീ ടു മൂവ് ഇൻസൈഡ് എ സ്ഫെറിക്കൽ വെസൽ ഈസ്. ദ കൺസ്ട്രെയിൻറ്റ് ഓൺ എ പാർട്ടിക്കിൾ ഫ്രീ ടു, ഒരു വെസലിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, വെസലിൻ്റെ ഉള്ളിൽ, സ്ഫെറിക്കൽ വെസലിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യും. ഉള്ളിൽ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ ഇക്വേഷൻ എന്താ? പാർട്ടിക്കിൾ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇക്വേഷൻ അല്ല, അത് ലെസ് ദാൻ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ഇനീക്വാലിറ്റി ആണ്, ഇക്വേഷൻ അല്ല, ഇനീക്വേഷൻ ആണ്, അല്ല ഇനീക്വാലിറ്റി ആണ്. അപ്പോൾ അത് ഇനീക്വാലിറ്റി ആണ്, ടൈം ഇല്ല അതിൽ. ഇനീക്വാലിറ്റി ആണ്, ടൈം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് നോൺ ഹോളോനോമിക്കുമാണ്. ടൈം വരാത്തത് കൊണ്ട് സ്ക്ലീറോനോമിക്കുമാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോൺ ഹോളോനോമിക്, ടൈം ഇല്ലാത്തതുകൊണ്ട് സ്ക്ലീറോനോമിക്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ കൺസ്ട്രെയിൻറ്റ് ഓൺ എ സിമ്പിൾ പെൻഡുലം ഈസ്. സിമ്പിൾ പെൻഡുലത്തിന് കൺസ്ട്രെയിൻറ്റ് ഏതാണ്? നമ്മൾ നേരത്തെ കണ്ടു, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എൽ സ്ക്വയർ ആണ്, ലെങ്ത്തിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അത് ഹോളോനോമിക് ആണ്, ഹോളോനോമിക് ആണ്. പിന്നെന്താണ്? സമയമില്ലാത്തതുകൊണ്ട് സ്ക്ലീറോനോമിക് കൂടിയാണ്. ഹോളോനോമിക് ആൻഡ് സ്ക്ലീറോനോമിക്, ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ടുള്ള.
സ്ക്ലിറോണോമിക് കൺസ്ട്രെയിൻസ് ആർ ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം. അടുത്ത സെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് സ്ക്ലിറോണോമിക്. ഇനി ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നൊരു കൺസെപ്റ്റ് പെട്ടെന്ന് പറഞ്ഞോട്ടെ. ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ മെക്കാനിക്കൽ സിസ്റ്റം ക്യാൻ മൂവ് വിത്തൗട്ട് വയലേറ്റിംഗ് എൻ കൺസ്ട്രെയിൻറ്റ് ഈസ് നോൺ ആസ് നമ്പർ ഓഫ് ഡിഗ്രീസ്. ഈ കൺസ്ട്രെയിൻറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേ ആ കൺസ്ട്രെയിൻറ്റുകൾ വയലേറ്റ് ചെയ്യാത്ത രീതിയിൽ എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതിയിൽ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രീതികൾ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷൻ. ഇപ്പോൾ ഒരു ഫുട്ബോൾ, ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ തട്ടുകയാണെങ്കിൽ നമുക്കറിയാം ഗ്രൗണ്ടിലാണ് അത് മൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സിമിലർ ആയിട്ടുള്ള കേസ് എടുക്കുകയാണെങ്കിൽ ഒരു എന്താ ക്യാരം ബോർഡ്, ആ ക്യാരം ബോർഡിൽ മൂവ് ചെയ്യുന്ന ഒരു ക്യാരം കോയിൻ, അപ്പോൾ അതൊരു 2 ഡയമെൻഷനിലാണ് അല്ലേ. സാധാരണ രീതിയിൽ അത് 3 ഡയമെൻഷനിലല്ല. ഓക്കെ, റയർ കേസിൽ അത് പൊങ്ങുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ പറയാം, പക്ഷെ ജനറലി നമ്മളത് 2 ഡയമെൻഷനിലായിട്ടാണ് എടുക്കുക. ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്നത് 2 ഡയമെൻഷനിൽ, അപ്പോൾ അവിടെ സെഡ് ഡയറക്ഷൻ ഇല്ല. ഓക്കെ, ഒരു ഗ്രൗണ്ടിൽ മൂവുന്നതിൻ്റെ പ്രധാന കൺസ്ട്രെയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രൗണ്ടിൽ ഒരു ബോൾ മൂവിങ് പ്രധാന കൺസ്ട്രെയിൻറ്റ് താഴേക്ക് പോകാൻ പറ്റില്ല. സെഡ് കനോട്ട് ബി ലെസ് ദാൻ 0. സെഡ് നെഗറ്റീവ് ആകാൻ പാടില്ല, ഗ്രൗണ്ടിന് താഴേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതാണ് അതിൻ്റെ പ്രധാന കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ വെച്ചാൽ എത്ര ഇൻഡിപെൻഡൻറ്റ് വേസിൽ അത് മൂവ് ചെയ്യാൻ പറ്റും. എക്സ് മൂവ് ചെയ്യാൻ പറ്റും, വൈ മൂവ് ചെയ്യാൻ പറ്റും. ജനറലി 3 ഡയമെൻഷനിലാണല്ലോ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കോർഡിനേറ്റ്സ് ആയിട്ട് മാറ്റുമ്പോൾ എത്ര ഇൻഡിപെൻഡൻറ്റ് വേസ് ഉണ്ട് എന്നുള്ളത് ഡിഗ്രി ഓഫ് ഫ്രീഡവും. 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള പാർട്ടിക്കിളാണ് 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും അല്ലേ. അതിനെ കോർഡിനേറ്റ് ആക്കുമ്പോൾ നമ്മൾ എക്സ് വൈ സെഡ് കോർഡിനേറ്റോ അല്ലെങ്കിൽ ആർ തീറ്റ ഫൈ കോർഡിനേറ്റ്സോ, നമുക്കറിയാം ആർ തീറ്റ ഫൈ എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ പോളർ കോർഡിനേറ്റ്സോ അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ പോളർ കോർഡിനേറ്റ്സ്, അങ്ങനെ കോർഡിനേറ്റ്സ് ആക്കുമ്പോൾ അതിനെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ജനറലൈസ്ഡ് കോർഡിനേറ്റ്സിൻ്റെ പ്രത്യേകത വെച്ചാൽ കാർട്ടീഷ്യൻ ആണ് നിർബന്ധമൊന്നുമില്ല. അത് സ്ഫെറിക്കൽ പോളർ ആകാം, സിലിണ്ടറിക്കൽ പോളർ ആകാം, അല്ലെങ്കിൽ പ്ലെയിൻ പോളർ കോർഡിനേറ്റ്സ് ആകാം. ഇനേഷ്യൽ ആകണമെന്നില്ല. മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് കംപ്ലീറ്റ്. കോർഡിനേറ്റ്സ് തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, അത് കംപ്ലീറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തെ കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. ഹോളോനോമിക് സിസ്റ്റത്തിനാണ് നമ്മൾ എന്താ പറയുക ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം വെച്ചാൽ n പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മുടെ സ്പേസിൻ്റെ ഡയമെൻഷൻ d ആണ്. d എന്ന് ഉദ്ദേശിക്കുന്നത് 1 ഡയമെൻഷൻ സ്പേസ് ആണ്. 1 ഡയമെൻഷനിലാണെങ്കിൽ നമ്മൾ 1 കൊടുക്കും, 2 ഡയമെൻഷൻ ആണെങ്കിൽ 2 കൊടുക്കും, 3 ഡയമെൻഷനിലാണെങ്കിൽ നമ്മൾ 3 കൊടുക്കും. അതാണ് d ഉദ്ദേശിച്ചത്. അപ്പോൾ n പാർട്ടിക്കിൾസ് ഉണ്ട് d ഡയമെൻഷൻ സ്പേസ്. അപ്പോൾ dn മൈനസ് k ആണ് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നുള്ള dn മൈനസ് k ആണ്. എന്ന് പറഞ്ഞാൽ d നമ്മൾ നമുക്ക് മനസ്സിലായി സ്പേസിൻ്റെ ഡയമെൻഷൻ, n എന്താ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, k കൺസ്ട്രെയിൻറ്റ് ഹോളോനോമിക് കൺസ്ട്രെയിൻസിൻ്റെ എണ്ണം. ഇപ്പോൾ സിമ്പിൾ പെല്ലത്തിൽ നമ്മൾ പറയില്ലേ ഒരു കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ഉണ്ടെന്ന് പറയുന്നില്ലേ. ഓക്കെ, അതേപോലെ ഹോളോനോമിക് കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകണം. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് എൻ ആൻഡ് ഫ്രീ ടു മൂവ് ഓൺ ദ സർഫസ് ഓഫ് എ സ്ഫിയറിൻ്റെ സർഫസിൽ ഒരു ഉറുമ്പ് നീങ്ങുകയാണ്. അപ്പോൾ ഒരു ഉറുമ്പ് സ്ഫിയറിൻ്റെ സർഫസിൽ മൂവ് ചെയ്യുമ്പോൾ അതിനത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, സർഫസ് എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് എഴുതാം സർഫസ് 2 ഡയമെൻഷനിലാണ് എപ്പോഴും. ഒരു വോളിയാണ് 3 ഡയമെൻഷനിൽ. ഒരു വോളിയത്തിൽ മൂവ് ചെയ്യാൻ പറ്റിയാലാണ് 3 ഡയമെൻഷൻ വരുള്ളൂ. സർഫസിൽ മൂവ് ചെയ്യുമ്പോൾ മനസ്സിലായി, സ്ഫിയറിൻ്റെ സർഫസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ ഫോമിൽ വെച്ച് എഴുതാം dn മൈനസ് n = dn മൈനസ് k എന്ന് വെച്ച് എഴുതാം. 3 ഡയമെൻഷൻ സ്പേസ് ആണെന്ന് വിചാരിച്ചോളൂ. ഒരു പാർട്ടിക്കിളാണ്, ഒരു ഉറുമ്പല്ലേ, an ant. മൈനസ് k കൺസ്ട്രെയിൻസ് എന്താ, ഇവിടുത്തെ ഒരു കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ അല്ലേ, x² + y² + ഒരു ഹോളോനോമിക് കൺസ്ട്രെയിൻറ്റ് അല്ലേ r². അപ്പോൾ k 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് 2 എന്ന് കിട്ടി. ഇതൊന്നും ആലോചിക്കണ്ട, ജസ്റ്റ് ഒരു സർഫസിൽ മൂവ് ചെയ്യുമ്പോൾ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2 ആണ്. ഒരു ലൈനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കർവിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആണ്. സ്പേസിൽ മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം 2 വരുള്ളൂ. അല്ലെങ്കിൽ ഒരു വോളിയത്തിൽ മൂവ് ചെയ്യുമ്പോഴാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം 3 വരുള്ളൂ. ദ നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓഫ് റിജിഡ് ബോഡിക്ക് 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അതെങ്ങനെ പറയുന്നത് വെച്ചാൽ 3 ട്രാൻസ്ലേഷൻ പോസിബിൾ ആണ്. ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പ്ലസ് 3 റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്നാണ് നമ്മൾ പറയുക. എന്ന് പറഞ്ഞാൽ XYZ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, സെഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. മാത്രമല്ല എക്സ് ആക്സിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യാം. എക്സ് ആക്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം, വൈ ആക്സിന് ആക്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം, സെഡ് ആക്സ് ആയിട്ട് വരത്തക്ക വിധം റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് റിജിഡ് ബോഡിക്കുള്ളത്. ഫോർ എ പർട്ടിക്കുലർ സിസ്റ്റം, വൺ ഓഫ് ദ ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ഈസ് ആംഗിൾ
വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദ കറസ്പോണ്ടിങ് ജനറലൈസ്ഡ് ഫോഴ്സ് കമ്പോണൻറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് കാർട്ടീഷ്യൻ ആകണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം കോർഡിനേറ്റ് ക്യൂ ആണെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞോട്ടെ എക്സ് ആണെന്നായിരിക്കും നമ്മൾ സാധാരണ എക്സ് കാർട്ടീഷ്യനിൽ എക്സ് അല്ല എടുക്കുക. പക്ഷേ ഇവിടെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ആംഗിളാണ്, തീറ്റയാണ്. അപ്പോൾ ജനറലൈസ്ഡ് ഫോഴ്സ് കമ്പോണൻറ്റിൻ്റെ ഡയമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജനറലൈസ്ഡ് ഫോഴ്സ് എന്താണെന്ന്. അപ്പോൾ നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ സാധാരണ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. അപ്പോൾ അതിന് പകരം പോളാർ കോർഡിനേറ്റ്സിൽ വരുമ്പോൾ തീറ്റയാണ് വരിക അല്ലേ. പോളാർ കോർഡിനേറ്റ്സിൽ തീറ്റയാണ് വരിക. വെലോസിറ്റിക്ക് വരെ എന്ത് വരും? വെലോസിറ്റിക്ക് വരെ ഇവിടെ ആംഗിൾ വെലോസിറ്റി വരും അല്ലേ. കോർഡിനേറ്റിൻ്റെ ഡെറിവേറ്റീവാണ് വെലോസിറ്റി. ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് നമുക്ക് ആക്സലേഷൻ കിട്ടും. ഇവിടെ നമുക്ക് ആംഗിളുടെ ആക്സലേഷൻ ആൽഫയാണ് കിട്ടുക. ഒന്നുകൂടി അല്ലേ. പിന്നെയും ഫോഴ്സ് ആക്സലേഷൻ എന്നാണ് നമുക്ക് ഫോഴ്സ് വരുന്നത് അല്ലേ, F = ma അല്ലേ. അപ്പോൾ ഇവിടെ ഫോഴ്സിന് വരാൻ ടോർക്കാണ് വരാം. അപ്പോൾ നോക്കൂ, വാട്ട് ആർ ദ ഡയമെൻഷൻസ് ഓഫ് കറസ്പോണ്ടിങ് ജനറലൈസ്ഡ് ഫോഴ്സ് കമ്പോണൻറ്റ്. അപ്പോൾ പൊസിഷൻ ആണെങ്കിൽ സാധാരണ പൊസിഷൻ കോർഡിനേറ്റ് ആണെങ്കിൽ ഫോഴ്സ് വരും, ആംഗിൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ടോർക്കാണ് വരിക. ആംഗിൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ടോർക്കാണ് വരിക. ഓക്കെ. ജനറലൈസ്ഡ് ഫോഴ്സ് F acts on a system of particles. Then ജനറലൈസ്ഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് തന്നെ ആയിരിക്കണം എന്നില്ല, ടോർക്കും ആകാം അല്ലേ. നമ്മൾ ആംഗിൾ വരുന്ന കേസ് തൊട്ട് മുമ്പ് കണ്ടില്ലേ, ടോർക്കും ആകാം. F will always have the dimension of force എന്നുള്ളത് തെറ്റാണ്. F can sometimes have the dimension of force. അത് ശരിയാണ്. എല്ലാം ഇപ്പോഴും ഫോഴ്സ് ആകണമെന്നില്ല, പക്ഷെ ഫോഴ്സ് ആകാം. F will never have the dimension of force എന്നുള്ളത് തെറ്റാണ്. ഇന്റഗ്രൽ എഫ് ഡി ക്യു will sometimes have the dimension of energy. ഇത് തെറ്റാണ്. ഇതെങ്ങനെ തെറ്റാ? പെട്ടെന്ന് ശരിയാന്ന് തോന്നും, പക്ഷെ തെറ്റാണ്. സംടൈംസ് അല്ല. ഇത് എന്താ പറയുക, വിൽ ഓൾവേസ് ഹാവ്, ഓൾവേസ് എന്ന് പറയുമ്പോഴാണ് ഇത് ശരിയാകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നോക്കൂ, ഇന്റഗ്രൽ എഫ് ഡി ക്യു എന്ന് പറഞ്ഞാൽ ഇത് എന്ത് വരുന്നത്, ലൈക്ക് എഫ് ഡി എക്സ് അല്ലേ. ഡി ക്യു എന്നുള്ളത് ഇവിടെ എക്സ് ആണ്. നോക്കൂ, 1 ഡയമെൻഷൻ ആണെങ്കിൽ ഇത് എക്സ് എന്ന് എടുക്കുക. അപ്പോൾ എഫ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, വർക്കല്ലേ, വർക്കാണ്. അപ്പോൾ ഇത് വർക്കാണ്, മനസ്സിലായി, വർക്കാണ്. വർക്കിന് റൊട്ടേഷൻ ആണെങ്കിലും വർക്കിൽ ഇപ്പം എഫ് ക്യൂവിന് പകരം തീറ്റ ആണെങ്കിലും ഇവിടെ വർക്ക് വരുന്ന ടോ ഡി തീറ്റ എന്നാണ് വരിക, മനസ്സിലായി. അപ്പോഴും ഇത് വർക്ക് തന്നെയാണ്, ഡയമെൻഷൻ മാറുന്നൊന്നുമില്ല. ഓക്കെ. ഇപ്പോൾ 2 കേസാണല്ലോ പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് എക്സ് പൊസിഷൻ വരുമ്പോഴും ആംഗിൾ വരുന്നു, പൊസിഷനും ആംഗിളാണല്ലോ കോർഡിനേറ്റ്സ് ആയിട്ട് വരിക. അപ്പോൾ എക്സ് വരുമ്പോൾ ആയാലും തീറ്റ വരുമ്പോഴായാലും ഈ നമുക്ക് മനസ്സിലായ വർക്ക് എന്നുള്ളത് ഇന്റഗ്രൽ എഫ് ഡി ക്യു എപ്പോഴും വർക്കാണ്, മനസ്സിലായി. പൊസിഷൻ വരുമ്പോൾ ഇത് W = ഇന്റഗ്രൽ എഫ് ഡി ക്യു ആണ്, അല്ലെങ്കിൽ എഫ് ഡി എക്സ് ആണ്. ഇവിടെ വരുമ്പോൾ ഇന്റഗ്രൽ ടോ ഡി തീറ്റയാണ്. ഇതും വർക്ക് തന്നെയാണ്, ടോ ഡി തീറ്റ എന്ന് പറഞ്ഞ വർക്കാണ്. ഓക്കെ. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ബി ആണ്. ഇഫ് എ ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഹാസ് ഡയമെൻഷൻ ഓഫ് മൊമെൻറ്റം, ദ ജനറലൈസ്ഡ് വെലോസിറ്റി വിൽ ഹാവ് ദ. അപ്പോൾ കോർഡിനേറ്റിന് പകരം മൊമെൻ്റ് ആണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കോർഡിനേറ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്, മൊമെൻറ്റത്തിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ, അല്ലെങ്കിൽ ഇത് dp/dt ആണ് അല്ല. dp/dt എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, ഫോഴ്സാണ്. അപ്പോൾ കോർഡിനേറ്റിന് പകരം മൊമെൻ്റ് ആണെങ്കിൽ വെലോസിറ്റിക്ക് പകരം ഫോഴ്സ് വരും, അതാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡി എൽ എം എസ് പ്രിൻസിപ്പിളും ലെഗ്രാഞ്ചസ് ഇക്വേഷനും ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.